ഇത് പന്മന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. സർവ ഐശ്വര്യദായകനായി അഭയമുദ്രയോടെ കുടികൊള്ളുന്ന ബാലമുരുകൻ ശ്രീ സുബ്രഹ്മണ്യനാണ് പന്മന തമ്പുരാനായി ഇവിടെ കുടികൊള്ളുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ പന്മന പഞ്ചായത്തിലാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയിൽ ടൈറ്റാനിയം ജംഗ്ഷനും ഇടപ്പള്ളി കോട്ടയ്ക്കുമിടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയ്ക്ക് സമീപം ക്ഷേത്രഗോപുരം കാണാം. സാമുദായിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഉജ്ജ്വല വ്യക്തിത്വമായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമമാണ് പന്മന. 600 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിൽ പന്മന എന്ന നാമധേയത്തെ പ്രതിപാദിക്കുന്നുണ്ട്. പല മനകളുടെ നാടാണ് പന്മനയെന്ന് പറയപ്പെടുന്നു. അറബിക്കടലിന്റെ തീരത്തെ ഈ സുന്ദരഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിയ നമ്പൂതിരിമാരുടെ പിന്മുറക്കാരിൽപ്പെട്ടവർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അഞ്ചുമന അഥവാ പന്മന. അഞ്ചുമനയ്ക്കൽ കോവിലകം പണ്ടുണ്ടായിരുന്ന 5 അഗ്രഹാരങ്ങളുടെ സ്മൃതിമണ്ഡപമാണ്. ഈ മനകളുടെ തേവാരമൂർത്തിയായിരുന്നു സുബ്രഹ്മണ്യ ഭഗവാൻ. ഒരിക്കൽ ദേവലോകക്കര എന്നറിയപ്പെട്ട തേവലക്കര ക്ഷേത്രകുളത്തിൽ മല്ലകത്ത് കുടുംബത്തിലെ ഒരാൾ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരു നമ്പൂതിരിയുടെ ദേഹത്ത് വെള്ളം തെറിച്ചു വീഴുകയും നമ്പൂതിരി ക്ഷുഭിതനാവുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ നമ്പൂതിരിയുടെ ആൾക്കാർ മല്ലകത്ത് കുടുംബം ആക്രമിച്ചു തകർത്തു. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് വസ്ത്രമലക്കിയ ആൾ നാടുവിടുകയായിരുന്നു. അയാൾ പിന്നീട് പറങ്കിപ്പട്ടാളത്തിൽ ചേർന്ന് തേവലക്കര ക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ടു. തേവലക്കരയിലേക്ക് മാർച്ച് ചെയ്യുന്നതിനിടെ പറങ്കിപ്പട്ടാളം അഞ്ചുമനയ്ക്കലെത്തി. മാർച്ച് ചെയ്തു വരുന്ന പറങ്കിപ്പട്ടാളത്തെ കണ്ട് നമ്പൂതിരിമാരിൽ പ്രധാനി തേവാരമൂർത്തിയായ സുബ്രഹ്മണ്യ സ്വാമിയെയും എടുത്ത് കടലിന്റെ അഗാധതയിലേക്ക് ചാടി. അങ്ങനെയാണ് സുബ്രഹ്മണ്യ വിഗ്രഹം കടലിന്റെ അടിത്തട്ടിലായത്. കാലങ്ങൾക്ക് ശേഷം വിഗ്രഹത്തിന് യാതൊരു കേടുപാടും കൂടാതെ കടലമ്മയുടെ തിരകൾ കൈകളിലേന്തി കരക്കെത്തിച്ചു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മണ്ണുമൂടിക്കിടന്ന വിഗ്രഹം ഏറെ നാൾ നിഗൂഢമായി അവിടെ കിടന്നു. വൃക്ഷലതാദികളും കൈതക്കാടുകളും വളർന്നുകിടന്ന ആ സ്ഥലത്ത് ഒരു നാൾ ബ്രഹ്മജ്ഞാനമുള്ള ഒരു ചെറുമി കൈതയറുക്കാൻ വന്നു. കൈതയറുത്തുകൊണ്ടിരിക്കെ അവിടെ ഒരു പ്രഭാപൂരം പ്രത്യക്ഷപ്പെടുകയും ആ ശോഭയിൽ ഒരു ദിവ്യത്വം ദർശനമാവുകയും ചെയ്തു. ആ ദിവ്യ തേജസ് ദർശിച്ച സ്ത്രീ ബോധരഹിതയായി. ബോധം തെളിഞ്ഞപ്പോൾ ആ സ്ത്രീ ആത്മവീര്യം വീണ്ടെടുത്ത് താൻ കണ്ട ദിവ്യ തേജസ്സിനെ കുറിച്ച് പന്മന കണിച്ചുകുളങ്ങര മഠത്തിലെ നമ്പ്യാതിരിയെ അറിയിച്ചു. അങ്ങനെ ഏറെ നാൾ നിഗൂഢമായി കിടന്ന വിഗ്രഹത്തിലെ ഈശ്വര ചൈതന്യം തിരിച്ചറിഞ്ഞ കരയിലെ പ്രധാനികളും നാട്ടുകാരും പിന്നീട് ക്ഷേത്ര നിർമ്മാണം നടത്തുകയായിരുന്നു അത്രേ. അഞ്ചുമന കടലോരത്തു നിന്നും സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹം കണ്ടെത്തിയ ചെറുമിയാണ് പെരുമാൾത്തറ അമ്മ. അമ്മയ്ക്ക് അതിന് പാരിതോഷികമായി നൽകിയ സ്ഥലമാണ് ഇപ്പോൾ പുലതറ എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമാൾത്തറ. മയൂരഗ്രാമം എന്നുകൂടി പന്മന അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ആവിർഭാവ കാലം മുതൽക്ക് തന്നെ മയിലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെയുള്ള മയിലാടുംപുറം എന്ന നെൽപ്പാടം. ഈ പാടത്ത് മയിലുകളെത്തി പീലി വിടർത്തി ആടുക പതിവായിരുന്നു. പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മയിലുകളെ നടക്കിരുത്തുക പതിവാണ്. ഈ മയിലുകൾ ഗ്രാമത്തിന് ചാരുത പകർന്നുകൊണ്ട് ക്ഷേത്രത്തിലെത്തുന്ന നാട്ടുകാരോടും ഭക്തരോടും ഇണങ്ങി കഴിയുകയാണ്.
പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിൽ കോലത്തുകരക്കാർ സമർപ്പിച്ച തിരുമുൽ കാഴ്ചയാണ് പന്മന പൂരം. ഇന്ന് പന്മന പൂരം ഏറെ പ്രശസ്തമാണ്. വർഷത്തിൽ 2 തവണ കൊടികയറി 11 ദിവസം ഉത്സവം നടത്തുന്ന ഖ്യാതിയും പന്മനയ്ക്കുണ്ട്. ഭഗവാന്റെ തിരുനാളായ മകരത്തിലെ തൈപ്പൂയം ഏറെ പ്രാധാന്യത്തോടെ തൈപ്പൂയ മഹോത്സവമായി ആഘോഷിച്ചു വരുന്നു. പീലിക്കാവടിയേന്തി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവത് ദർശനത്തിനും അഭിഷേകത്തിനുമായി മകരത്തിലെ തൈപ്പൂയം നാളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. താഴമൺ മഠത്തിനാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തന്ത്രാവകാശം. മൂന്ന് പൂജയും 3 ശീവേലിയുമാണിവിടെ. ഗണപതി ഹോമം, പഞ്ചാമൃതം, പായസം, കടല നിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാട്. ഉദ്ദിഷ്ടകാര്യത്തിനായി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് മൂഢ വഴിപാട്. സന്താനഭാഗ്യമില്ലാത്ത ഭക്തജനങ്ങൾ സുബ്രഹ്മണ്യദേവന് മൂഢ വഴിപാട് അർപ്പിക്കുന്നത് വിശേഷമാണത്രേ. മഹാഗണപതി, അയ്യപ്പൻ, ഹിഡുംബൻ എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു.
ഒരു നാടിനു മുഴുവൻ ശാന്തിയും സമാധാനവും ചൈതന്യവും അനുഗ്രഹവും പകർന്നുകൊണ്ട് പന്മന തമ്പുരാനായ സുബ്രഹ്മണ്യ ഭഗവാൻ പന്മന ഗ്രാമത്തിന്റെ ഉടയ തമ്പുരാനായി വാണരുളുകയാണ്.